ഹൈ ഗൈസ്, നമുക്കിന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടല്ലോ. ഇന്ന് സാറ്റർഡേ ആണ്, 29th ആക്ച്വലി എൻ്റെ കണ്ണുമുഖൊക്കെ എടുക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്ന കറക്റ്റ് ഓർക്കത്തിൽ എനിക്ക് തോന്നുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല, കുറേ പ്രാവശ്യം എണീറ്റു. അത് കഴിഞ്ഞ് നല്ല ചൂടൊക്കെ ഉണ്ടായി. നോക്കിയപ്പോൾ എന്താ AC ഓഫ്. എന്നിട്ട് ഞാൻ 4 മണിയൊക്കെ ആയപ്പോൾ എനിക്കത്ത് പോയി AC ഓൺ ചെയ്തിട്ട് പിന്നെ ഞാൻ ഉറങ്ങി. എന്നാലും മര്യാദയ്ക്ക് ഉറങ്ങിയില്ല. ഫോണിൻ്റെ എന്താ നോട്ടിഫിക്കേഷൻ്റെ ശബ്ദം കാരണം, അതും മറ്റേ FBയുടെ നോട്ടിഫിക്കേഷൻ്റെ ശബ്ദം ഒരുമാതിരി ഭയങ്കര ശബ്ദമാണ്. എന്നിട്ട് അതൊക്കെ കാരണം വീണ്ടും കിടന്നുറങ്ങി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ എനിക്കത്. അവസാനം എൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കുട്ടിക്കും ശല്യമാകുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഫോൺ അങ്ങ് സൈലൻ്റാക്കി. വീക്കെൻഡല്ലേ, അവിടെ കിടന്നുറങ്ങുന്ന ടൈമല്ലേ. കാണിച്ചു തരാം. എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാലോ. ഞാനിപ്പോൾ ഇരിക്കുന്നതിന് തൊട്ട് ഓപ്പോസിറ്റ് ഫ്ലവർ ഷോപ്പുണ്ട്. അവിടെ നോക്കിയാൽ ഫ്ലവേഴ്സ് വന്ന് ഇറങ്ങുന്നത് കണ്ടോ? ഇന്നലെ ആരോ ഇവിടുന്ന് ഫ്ലവറൊക്കെ വാങ്ങിക്കൊണ്ടൊക്കെ പോകണ്ടായിരുന്നു. ബൊക്കെയൊക്കെ നല്ല രസമുണ്ടായത് കാണാൻ. വൺ ഡേ എനിക്ക് ആരോഗ്യ ഫ്ലവേഴ്സ് തരും, അല്ലെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. എന്നാൽ എനിക്ക് എൻ്റെ ഫ്ലവേഴ്സ് വിളിക്കാമോ? അതും തന്നില്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഇപ്പം എൻ്റെ ഫോൺ കാരണം ശല്യമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഡൗട്ട് എനിക്ക് വന്നിരിക്കുവാണ്. എൻ്റെ ഇപ്പോഴത്തെ ഡേറ്റോട് പക്ഷേ ഒരു ദിവസം മാത്രമേ ലീവൊക്കെ അനുഭവിക്കുന്നുള്ളൂ. നാളെ ഞാൻ എടുത്തു പോകുന്നു. അവിടെ നാച്ചുറൽ ലൈറ്റ് വരാനൊരു ബെഞ്ചോ കൂടെ ഇല്ല. ഞാനിതൊരു 100 പ്രാവശ്യമായിരുന്നു എന്ന് പറയുന്നത്. എന്നാലും എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്കോസ്. ഇന്നല്ല, കുറച്ച് ദിവസമായിട്ട് 3 ദിവസമായിട്ട് ചോക്കോസ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. കഴിയില്ല. മറ്റന്നാൾ തീരും. സോ തീരൊക്കെ തീർക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്നും ചപ്പാത്തി ഒന്നും ഉണ്ടാക്കത്തില്ല. This wasn't a good idea, I guess. നല്ല വീഡിയോസ് പേടിച്ചിട്ടിരിക്കാനില്ല. എൻ്റെ റൂമിലിപ്പോൾ ആരുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ റൂം. കണ്ടോ, എന്ത് വിളിച്ചാൽ എന്ത് രസമാണ് കാണാൻ. ഈ റൂമിൽ നിന്ന് എനിക്ക് പോണത് ആലോചിക്കാമെന്ന് തോന്നുന്നില്ല. പക്ഷേ ബാത്റൂമിൻ്റെ ഒരു ഇതും പിന്നെ മലയാളി പിള്ളേരാണ് അടിയിലത്തെ റൂമിൽ. അതുകൊണ്ട് 2 റീസൺ കൊണ്ടാണ് എനിക്ക് ആ ചാൻസ് ആക്കാം. ഇവിടെ റൂമിൽ ആക്ച്വലി ഒരു ബാംഗ്ലൂരിൽ നിന്നും ഒരു മുംബൈക്കാരും ആയിരുന്നു. മുംബൈക്കാർ കുഴപ്പമില്ല എന്നുള്ളത് സംസാരിക്കും. ആ ബാംഗ്ലൂർ ഇതിന് കുറച്ച് നോ. പുള്ളിക്കാരി ഇപ്പോൾ വെക്കേറ്റ് ചെയ്താൽ പോയേ. ആക്ച്വലി വെക്കേറ്റ് ചെയ്ത് പോയപ്പോൾ നമ്മൾ റൂമിലുള്ള ആളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറയുമല്ലോ. ഇതതുപോലും ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഒന്നാമത് കുളിച്ച് കഴിഞ്ഞ് തലയിൽ മറ്റേ തോർത്തേക്ക് ഇട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത്, അല്ല പോവാണോ എന്നപ്പോൾ പറഞ്ഞാൽ വന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പം പിന്നെ ഐ തോട്ട് മലയാളീസുള്ള റൂമിൽ പോയി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് മാത്രം ആണ് എൻ്റെ ബാൽക്കണീനെ ഞാൻ ഒഴിവാക്കുന്നത്. നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, സാലഡ് ഉണ്ട്, അച്ചാർ ഉണ്ട്. അച്ചാർ എനിക്ക് വേണമെന്നില്ല. പക്ഷെ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. പായസമോ? ബിരിയാണിക്ക് അപ്പോൾ ഇവിടെ പായസം കൊടുക്കും? പായസമല്ലേ കൈസ് അത്? അതെ കുടിച്ചോട്ടെ. പരിപ്പാന്ന് തോന്നുന്നു. പരിപ്പാണോ ഗോതമ്പാണോ? പരിപ്പ്. സംഭവം എന്താ വെച്ചാൽ ഞാൻ ഈ ബ്രൗൺ പായസങ്ങൾ അങ്ങനെ കുടിക്കാറില്ല. എനിക്ക് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ബിരിയാണി ഫുള്ള് ഞാൻ തീർക്കില്ല.
വൈകുന്നേരത്തേക്ക് എടുക്കാം. പപ്പടവും അഡ്ജസ്റ്റ് ചെയ്യാം. ഐ മീൻ പപ്പടം ഞാൻ അങ്ങനെ കഴിക്കാറില്ല ബിരിയാണിക്ക്. അപ്പം കണ്ടോ എൻ്റെ ബാൽക്കണി. ഈ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ 3 മിനിറ്റിനുള്ളിൽ തീർക്കേണ്ടതാണ്. കണ്ടറിയാം തീർക്കോ ഇല്ലെന്നുള്ളത്. പിന്നെ ഗൈസ് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ റൂമിൽ, ഇവിടെ 2 റൂമാണ്, 2 BHK. അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരു അനക്കവും കേൾക്കുന്നില്ല. ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ പുറത്ത് പോയോ തന്നെ അറിയത്തില്ല. നമ്മൾ നാട്ടിലെ ഹോസ്റ്റലിലാവുമ്പോൾ എല്ലാവരും ഭയങ്കര ജോളി കമ്പനി ഒക്കെയാണ്. ഇവിടെ എല്ലാവരും ആൾക്കാർ കാര്യം നോക്കിയാണ് നടക്കാറെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും തൊട്ടപ്പുറത്തുള്ള റൂമിലെ ആൾക്കാരുടെ ബഹളം പോലും കേൾക്കാൻ ഇല്ലാത്ത മാത്രം അറിയുന്നു. എനിക്കെന്തോ ഇതൊക്കെ പുതിയ കാര്യം ആയതുകൊണ്ട് അഡ്ജസ്റ്റായി വരുന്നുള്ളൂ. ഇപ്പം ഞാൻ പാപ്പൻ്റെ അവിടെയാണല്ലോ കുറച്ച് ദിവസം നിന്ന്. അതും തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും. പിള്ളേരായിട്ട് ഞാൻ കമ്പനിയായിരുന്നു. അവരെനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡൊക്കെ ഉണ്ടാക്കി തന്ന സംഭവമൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അറിയില്ല. സോ അങ്ങനത്തെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളിന്ന് വീക്കെൻഡാണ്, ഹോളിഡേ ആണ് എല്ലാവർക്കും. എന്നിട്ട് ആരും കാണാനില്ല. ഐ വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. എന്താ പറയുക, ബിരിയാണി കൊള്ളാട്ടോ, അടിപൊളി. അപ്പോൾ ഞാൻ സ്ട്രേഞ്ചർ തിങ്സും കണ്ടുകൊണ്ടിരുന്നു. കഴിച്ചിട്ടേ ബൈ. എപ്പോഴേലും കാണാം. ഹൈ ഗൈസ്, ഐ എം ബാക്ക്. അപ്പോൾ ഞാൻ ഓക്കെ സോ സ്ട്രേഞ്ചർ തിങ്സ് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്തു. ഞാൻ ആക്ച്വലി ദുബായിലേക്ക് വരുന്ന വ്ളോഗ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നുള്ളൂ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ജോബ് സെർച്ചിങ് കാരണം ഒന്നും ഇതിലേക്കൊന്നും ഇരുന്നിട്ടില്ല. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഇവിടെ ഓഫീസൊക്കെ അവധി ആയതുകൊണ്ടും പിന്നെ നാഷണൽ ഡേ ഒക്കെ വരുന്നതുകൊണ്ട് മൊത്തത്തിൽ അവധി ആയതുകൊണ്ടും ഞാൻ വിചാരിച്ചു വന്നാൽ എനിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാമെന്ന്. അന്നോട്ട് ഞാനിരുന്ന് അപ്ലൈ ചെയ്യുന്നതാണ്. ഞാനങ്ങനെ എല്ലാവരും വരുമ്പോൾ 2 ആഴ്ചയൊക്കെ ഫുള്ള് കറങ്ങിയൊക്കെ നടന്നിട്ടൊക്കെ അല്ലേ അപ്ലൈ ചെയ്യാനിരിക്കുള്ളൂ. ഞാനങ്ങനെയല്ല. വന്നത് സാറ്റർഡേ ആണെന്ന് തോന്നുന്നു. സാറ്റർഡേ കഴിഞ്ഞു മൺഡേ ഇരുന്ന് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതാണ്. സൺഡേ തന്നെ അപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചെല്ലാം സെറ്റാക്കി മൺഡേ രാവിലെ തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് റെസ്റ്റ് കൊടുത്തുവിടാം അങ്ങനെ. അപ്പോൾ ഞാൻ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ആപ്ലിക്കേഷൻ കുറച്ച് നോക്കിയായിരുന്നു കേട്ടോ രാവിലെ. പക്ഷെ അതൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ കുളിക്കുന്നതിന് മുമ്പൊക്കെ ഇരുന്ന് അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദ തിങ് ഇസ് ഗൈസ്, എപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് നല്ല നാച്ചുറൽ ലൈറ്റ് ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ എനിക്ക് ഉള്ള സാഹചര്യമായിരിക്കും, അങ്ങനെ എടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കില്ല. ഇപ്പോൾ ഈ റൂമിൽ അടിപൊളിയായിട്ട് നാച്ചുറൽ ലൈറ്റ് കൊണ്ട് ഒരർത്ഥ മനുഷ്യനും ഇല്ല. എനിക്ക് എടുക്കാൻ വേറെ കണ്ടൻ്റ് ഒന്നുമില്ല. ഡാൻസ് റീൽ എടുക്കണമെന്നുണ്ടായി. അങ്ങനെ കുറേ ഔട്ട്ഫിറ്റ് ചേഞ്ച് ഇതൊക്കെ എടുക്കാനുള്ള പക്ക അടിപൊളി ടൈമാണിത്. പക്ഷെ എനിക്കിപ്പോൾ ഒന്നും എടുക്കാനില്ല. ആൻഡ് ഐ എം ഇൻ എ ഹോംലെസ് ലുക്ക്. കാരണം ഞാൻ വീട്ടിലിരിക്കാമെന്ന്, വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്തായാലും സമയം 5 മണി എന്തോ ആയിട്ടുണ്ട്. നമുക്ക് പോയി ഒരു ചായ ഉണ്ടാക്കാം. ഗൈസ് ചായ ഉണ്ടാക്കി. ഇനി നമുക്ക് വീണ്ടും നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചില്ലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും കഷ്ടപ്പെടുന്നുണ്ടായി. ഇന്ന് ഒരു ദിവസം റെസ്റ്റ്. I was watching Stranger Things and നമ്മുടെ ബാൽക്കണിയിലുള്ള വ്യൂ നോക്കൂ ഗൈസ്. എൻ്റെ റൂമിൽ നിന്ന് ഇറ്റ്സ് 6:40. ഞാൻ പക്ഷേ ഇടയിൽ കുറച്ച് നേരം ഇന്ന് ജോബിൻ്റെ കാര്യം വീണ്ടും നോക്കിയിട്ടോ എനിക്ക് കുറ്റബോധം അടിച്ചിട്ട് ലൈറ്റ് ഇട്ട് ഞാൻ ഇതിന് ഇരുട്ടത്തുനിന്ന് സംസാരിക്കുന്നത്. മേബി ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വ്ളോഗ് ഞാനിങ്ങനെ അവസാനിക്കുകയാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ്. സാധാരണ എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റീവ് കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ ചെയ്യാറ്. ഞാൻ ചുമ്മാ ജസ്റ്റ് നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ ഇതായിരുന്നു തോന്നുന്നു. ഇനി രാത്രി എനിക്ക് ഉച്ചക്കലത്തെ ബിരിയാണി ഉള്ളത് കഴിക്കും. എന്നിട്ട് പ്രോബബ്ലി ഐ വിൽ ബി സ്റ്റഡിയിങ് ഓർ പ്രിപ്പയറിങ്. കാരണം എനിക്ക് കുറ്റബോധം അടിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ജോബ് നോക്കാൻ ഇരുന്നിട്ട് അങ്ങനെ ഇത്രയൊന്നും സമയം വെറുതെ കളഞ്ഞിട്ടില്ല ഒരു ദിവസവും.
അപ്പോൾ കുത്തപോലെ ഇരിക്കുന്നു. ജോബ് വരാനുള്ളത് എന്തായാലും വരും അതിൻ്റെ ടൈമിന്. ആൻഡ് ഐ വിൽ ഹാവ് ടു കീപ് ട്രൈയിങ് ടിൽ ദാറ്റ് ടൈം. സോ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. എൻ്റർടൈൻ മൈ ലൈഫ്. എല്ലാം 3 മിനിറ്റിനുള്ളിൽ അണ്ടറിലാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ കുറച്ച് ബാക്കി വെച്ചത് കട്ടിയായിരിക്കും. നോക്കാം. അപ്പോൾ ശരി, ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ ദിസ് ഫാമിലി. ഞാൻ ഇന്നും വ്ളോഗ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എന്താ എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കുന്ന ടൈമിൽ, ഓക്കെ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ വ്ളോഗ് ചെയ്ത് ഫ്രീ ഉള്ള ടൈമിൽ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടുന്ന ഒരാളാണ്. ഈവൻ ദോ ഐ എം എ സോഷ്യൽ മീഡിയ മാനേജർ ഓർ എക്സിക്യൂട്ടീവ് ഓർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻ്റെ ഫീൽഡാണ്. കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ഒരു കൂട്ടരുള്ള ആളാണ് ഞാനെങ്കിലും ഞാനങ്ങനെ കൺസിസ്റ്റൻ്റ് ഒന്നുമല്ല. ഇതേപോലെ എൻ്റെ ഫ്രീ ടൈം ഒക്കെയാണ് ഞാൻ ഉപയോഗിക്കാറ്. സോ ഞാൻ ബാക്കി സ്ട്രേഞ്ചർ തിങ്സ് പേരും കൂടെ കണ്ടിട്ട് പഠിക്കാൻ പോകും. അത്രേ ഉള്ളൂ.